കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നെന്ന ആരോപണത്തിൽ വഴിത്തിരിവ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ദൃശ്യങ്ങളിലുള്ള യുവാവ് മൊഴി നൽകി. ലഹരിക്കടിമയായ മുൻ ജീവനക്കാരനാണ് വീഡിയോയ്ക്ക് പിന്നിലെന്നും സ്ഥാപനം ഇയാളെ പുറത്താക്കിയതാണെന്നും വിശദമാക്കി യുവാവ് രംഗത്തെത്തി. സ്ഥാപനത്തിലെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് വിവാദ വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസിനും തൊഴിൽ വകുപ്പിനും നൽകിയിരിക്കുന്ന മൊഴി. സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മാനേജർ മനാഫ് മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ പുറത്തുവന്നത് തന്റെ അറിവോടെയല്ലെന്നും സ്ഥാപന ഉടമയെ മോശക്കാരനാക്കാൻ മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ദൃശ്യങ്ങളിലുള്ള യുവാവ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് സ്ഥാപന ഉടമയ്ക്ക് അറിവില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ മാനേജറാണ്. അപ്പൊ അവര് പറയുന്ന പോലെയല്ല നമ്മളെ ചെയ്യാൻ പറ്റും. നമ്മളെ ജൂനിയർ ആയിട്ട് നിൽക്കുവാണ് നമ്മളവിടെ. അപ്പൊ നിൽക്കുമ്പോ അവര് പറയുന്ന പോലെ ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ബെൽറ്റ് എങ്ങനെ ഇട്ടു, ആ ബെൽറ്റ് പിടിക്കുന്ന ആളെ ഞാനെന്ന് പറയുന്നത്. അപ്പൊ ബെൽറ്റ് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ജനറൽ മാനേജറായിട്ട് സുബൈർ സാർ അന്ന് ലീവായിരുന്നു. ആ ലീവ് കഴിഞ്ഞ് വന്നപ്പോ സാറോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോ സാറിന് ഇത് അറിയ പോലും ഉണ്ടായിരുന്നില്ല. യുവാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഡ്രാമ എന്ന പോലെ എടുപ്പിച്ചതാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വലിയ വിഷമമുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേസുകാരുമായിട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് അവർക്ക് വീടാണെന്നൊരു പരാതിയില്ല, ടാർഗറ്റ് ഇല്ല, അങ്ങനെ സിസ്റ്റം അവിടെ ഇല്ല. കഴുത്തിൽ ബെൽറ്റിട്ട് നായയെ പോലെ ചെറുപ്പക്കാരെ നടത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനം ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത ചെറുപ്പക്കാരോട് ഇത്തരത്തിൽ പെരുമാറിയിരുന്നതായാണ് പ്രചാരണം. ജനം, കൊച്ചി.